ഇന്നത്തെ ഒരു പ്രമോ കണ്ടപ്പോൾ നെവിൻ്റെ അടുത്ത് ലാലേട്ടൻ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ലാലേട്ടൻ നെവിന് അത്രമാത്രം കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നെവിൻ ഇത്രത്തോളം ചെയ്യാനുള്ള ഒരു വളം വെച്ച് കൊടുത്തത് അല്ലെങ്കിൽ ഒരു അടിത്തറ പാകി കൊടുത്തത് ബിഗ് ബോസും ലാലേട്ടനും തന്നെയാണ്. കാരണം ലാലേട്ടനെ പോലെ തിരക്ക് പിടിച്ചൊരു മനുഷ്യൻ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വന്ന് മത്സരാർത്ഥികളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ യാതൊരു റെസ്പെക്റ്റും ഇല്ലാതെ ലാലേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നെവിനാണ്. അന്നൊന്നും ലാലേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നെവിൻ അവിടുന്ന് കേക്ക് കഴിക്കുന്നു, പായസം കുടിക്കുന്നു, തമാശ പറയുന്നു. ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തന്നെ എന്തൊക്കെയോ ഒരു രീതിയിൽ തമാശ പറഞ്ഞ് അത് നെവിൻ്റെ ഒരു ഗെയിമിംഗ് ആയിരിക്കാം. പക്ഷേ അപ്പോഴും ലാലേട്ടൻ അതിനൊന്ന് ശാസിക്കാനോ അല്ലെങ്കിൽ അതിനൊന്ന് പിടിച്ചു നിർത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ആ ലാലേട്ടനാണെന്ന് ചോദിക്കുന്നത് ഒരു തമാശ പരിധിക്കപ്പുറം കഴിഞ്ഞാൽ അതൊരു അരോചകമാണ്, അതൊരു വളരെ മോശമാണ്, ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടി വരുന്നു. എന്തിനാണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം അങ്ങ് ആക്ഷൻ അങ്ങ് എടുത്താൽ പോരെ, വീണ്ടും അവിടെ ഇങ്ങനെ നിൽപ്പിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഇത്രത്തോളം പരിധി വിട്ടാണ് നെവിൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഒരു ലാലേട്ടൻ ഒരു സ്ട്രോങ് ആയ ഒരു ഡിസിഷനോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു ഡിസിഷനോ എടുത്തിട്ടില്ല. ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രമോലും അത്രത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊട്ടിത്തെറിക്കുന്ന ലാലേട്ടനൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ലാലേട്ടൻ തന്നെയാണ് നെവിനെ വളം വെച്ച് കൊടുത്തത്. ഈ ഒരു പ്രമോ കണ്ടപ്പോൾ തോന്നിയാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയല്ലല്ലോ ലാലേട്ടൻ അനുവിൻ്റെ അടുത്തോ ഷാനവാസിൻ്റെ അടുത്തോ അനീഷിൻ്റെ അടുത്തോ ആയിരുന്നെങ്കിൽ പെരുമാറുക എന്നുള്ള രീതിയിൽ. നെവിൻ്റെ അടുത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ലാലേട്ടൻ പെരുമാറുന്നത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി വിലയിരുത്താം.